നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൽ വൻ അടിച്ചുപണി ഉണ്ടാകും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നേരത്തെ പുറത്തേക്ക് വന്നു. മാർക്കസ് മെർഹുലാവോ അടക്കമുള്ളവരത് സ്ഥിരീകരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലെ ഒരു താരം പുറത്തു പോകുമെന്നുള്ളതാണ്. അത് ഇന്ത്യൻ താരം ഇഷാൻ പണ്ഡിത പുറത്തേക്ക് പോയേക്കും എന്നുള്ളതാണ് വാർത്തകളിലുള്ളത്. വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. താരത്തിന് നിലവിലെ കോൺട്രാക്റ്റ് ഈ സീസണോടുകൂടി അവസാനിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ക്ലോസ് 1 ഇയർ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ട്. അതനുസരിച്ച് വേണമെങ്കിൽ 2026 വരെ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിന് കീപ്പ് ചെയ്യാം. എന്നാൽ ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലപാടനുസരിച്ച് തീരുമാനങ്ങളിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സാധ്യതയില്ല എന്നാണ്. നമുക്കറിയാവുന്ന പോലെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി വന്ന താരത്തിന് അത്രയധികം അവസരങ്ങൾ ലഭിച്ചില്ല. ഇപ്പോൾ ഈ പോയ സീസണിൽ അദ്ദേഹത്തിന് പരിക്ക് വല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തെ വലച്ചു. വലിയ നഷ്ടമായിരുന്നു അദ്ദേഹത്തിനും ബ്ലാസ്റ്റേഴ്സിനും ഈ ഒരു കാലയളവ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വലിയ അഴിച്ചുപണിയിലേക്ക് പോകുമ്പോൾ ഇഷാൻ പണ്ഡിത പുറത്തു പോകും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഓൾറെഡി എഡ്മണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന തരത്തിലുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ പണ്ഡിത പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത്തരത്തിലേക്ക് നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ലഭ്യമാവുന്ന സൂചനകൾ. പണ്ഡിതയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം സ്പാനിഷ് ക്ലബ്ബുകളിലൂടെ യൂത്ത് കരിയർ ആരംഭിച്ച് സീനിയർ കരിയറും അവിടെ തന്നെയാണ് തുടങ്ങി വെച്ചത്. പിന്നീട് 2020-21 സീസണിൽ FC ഗോവയിലേക്ക് എത്തി. അവിടെ നിന്ന് ജംഷഡ്പൂർ FCയിലേക്ക് പോയി. 2023 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ അത്രയധികം അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.